ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് വെള്ളയപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ രാവിലെ അപ്പമൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിന് കറിയായിട്ട് ഉണ്ടാക്കിയത് ചെറുപയറാണ്. ചെറുപയറും വെള്ളയപ്പമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. മക്കൾക്കൊക്കെ കൊടുത്തു. അവർക്ക് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. രണ്ടുപേരും ക്ലാസ്സിൽ പോയിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് ക്ലാസ്സില്ല, ആളിവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു കുമ്പളങ്ങ കുറച്ച് ദിവസമായിട്ടോ ഫ്രിഡ്ജിലിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിനെ എടുത്തിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു. കറിയല്ല, തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇളവനാട്ടോ, അധികം മൂത്ത കുമ്പളങ്ങയല്ല, അങ്ങനെ ഇളം പാകത്തിനുള്ള കുമ്പളങ്ങയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കുമ്പളങ്ങ നട്ട് കുറേ, ഇപ്പോൾ കുമ്പളങ്ങയുടെയൊക്കെ സീസണാണെന്ന് തോന്നുന്നു. എൻ്റെ അയൽവക്കത്തെ വീട്ടിലൊക്കെ കുറേ കുമ്പളങ്ങ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കിവിടെ മുറ്റത്ത് നിൽക്കുമ്പോൾ കാണാം അപ്പുറത്തെ വീട്ടിലുണ്ടായി കിടക്കണം. അപ്പോൾ അതുപോലെ കുമ്പളങ്ങയൊക്കെ ആരുടെയെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കുറേ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തോരൻ വെച്ചാൽ മതി കേട്ടോ. അത് മൂക്കാനായിട്ട് ഇടരുത്. മൂക്കണതിന് മുമ്പായിട്ട് പൊട്ടിച്ച് തോരൻ വയ്ക്കാം. ഈ മൂത്ത കുമ്പളങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത്, ഇപ്പോൾ വീട്ടിൽ കുമ്പളങ്ങ ഇല്ലാത്തവർ കടയിൽ നിന്ന് വാങ്ങാനുള്ളതാണ്. അപ്പോൾ അത് മൂത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഞാനതിൻ്റെ വലിയ 2 കഷ്ണങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം മാത്രം അവിടെ എന്തെങ്കിലും കറിയിലിടാലോ എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇനി അതവിടെ ഇരുന്ന് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് മൊത്തം അരിഞ്ഞ് ഞാൻ തോരനാക്കാനാണ്. അപ്പോൾ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് തോരൻ വയ്ക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവാളയും പച്ചമുളകും വേപ്പില ഇട്ടു. പിന്നെ അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയൊക്കെ എടുത്തിട്ട് തോരൻ വയ്ക്കാനാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്. അപ്പോൾ നോക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഒന്ന് മൂടിയിട്ടേക്കാം, വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അധികം മൂത്ത വലിയ നിറയെ കുരുവൊക്കെ ഉള്ള കുമ്പളങ്ങയാണെങ്കിൽ ഇതിങ്ങനെ മൂടിയിടരുത്. തട്ടിപ്പൊത്തിയിട്ട് വേവിക്കാനായിട്ട് വെച്ചാൽ മതി. അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും, ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് വറ്റി കിട്ടാൻ പാടായിരിക്കും. ചെറിയ കുമ്പളങ്ങ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ മൂടിയിട്ടത്. ഇപ്പം തന്നെ ഇതിൽ കുറേ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനപ്പോൾ ഇത് മൂടിയിടില്ല, അങ്ങനെ ഒന്നുകൂടി ഇളക്കിയിട്ടിട്ട് കഷ്ണങ്ങൾ വേവാനായിട്ട് തുറന്നിട്ട് തന്നെയാണ് വേവിച്ചത്. എന്നിട്ട് കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തേങ്ങയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ തോരൻ റെഡിയായി. അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ തോരൻ വയ്ക്കണമെന്നില്ല. നമ്മളിപ്പോൾ ഓരോ പച്ചക്കറികൾ ഓരോ വീട്ടിൽ ഓരോ രീതിയിലല്ലേ തോരൻ വയ്ക്കണം. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾ തോരൻ വയ്ക്കണം അതേ രീതിയിൽ ഈ കുമ്പളങ്ങയും തോരൻ വെച്ചാൽ മതി. എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. അങ്ങനെ തോരനൊക്കെ റെഡിയാക്കി. പിന്നെ കറി വയ്ക്കാനായിട്ട് ഇന്ന് മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അയലയായിരുന്നു. അപ്പോൾ അതിൻ്റെ തലയും അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇരുമ്പൻപുളി ഇട്ടിട്ടാട്ടോ കറി വയ്ക്കണത്. അപ്പോൾ 2 വെളുത്തുള്ളി അല്ലിയും ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ വെറുതെ മുളക് ചാറ് തിളപ്പിക്കാനാണ്. അപ്പോൾ അത് തിളയ്ക്കാനായിട്ട് വെച്ച സമയം കൊണ്ട് ബാക്കി ഫ്രൈ ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ കറി റെഡിയായപ്പോൾ അതിലേക്ക് ഉലുവയും ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും വേപ്പിലയും കൂടി താളിച്ചൊഴിക്കുകയാണ്. അങ്ങനെ ചോറും കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേര സമയത്താണ് ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് അവിടെ കുറച്ച് സംഗതികൾ കാണിച്ചു തരാം നിങ്ങളെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ സാധാരണ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ടെറസിന് മുകളിലേക്ക് വരാറ്. ഇന്നിപ്പോൾ നേരത്തെ വരാനൊരു കാരണമുണ്ട്. ഞാനിവിടെ ഒരു മൾബറി നട്ടിട്ടുണ്ട്. ഞാൻ പഴയ വീഡിയോയിലൊക്കെ എൻ്റെ കാണുന്നവർക്കറിയാം. അപ്പോൾ അതിൽ നിറയെ മൾബറി ഉണ്ടായിട്ടുണ്ടായിട്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറേ നല്ല മുന്തിരി കളറായിട്ട് കറുത്തൊക്കെ നിൽക്കണ്ടായി. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു തരാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിർത്തിയേക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് മോളൊന്ന് ഊണൊക്കെ കഴിഞ്ഞ് മോളിൽ ചെന്നിട്ട് ആ മൽബറി എല്ലാം പൊട്ടിച്ചെടുത്തു. കറുത്തതൊക്കെ അവൾ കഴിച്ചു. കുറച്ച് എന്നിട്ട് എനിക്ക് തരാൻ വേണ്ടി താഴെ കൊണ്ടുവന്ന് എൻ്റെ തന്നു കേട്ടോ. അപ്പോഴാണ് ഞാനിത് കണ്ടത്. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാനിത് വീഡിയോ എടുക്കാൻ നിർത്തിയതല്ലേ. അപ്പം ഞാനെന്നിട്ട് അവളായിട്ട് വഴക്കുണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ആ വഴിക്ക് പോകാത്ത ആളാണ്, ഞാനത് കറക്റ്റ് വീഡിയോ പിടിക്കാൻ നിർത്തിയപ്പോൾ തന്നെ നിനക്കത് പൊട്ടിക്കാൻ തോന്നിയില്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇത് ഉമ്മിച്ച് വീഡിയോ പിടിക്കേണ്ടത് ഞാൻ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളും അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി വഴക്കൊക്കെ കൂടി ഞാൻ അന്ന് ഇനി ബാക്കിയുള്ളതൊക്കെങ്കിലും പോയി വീഡിയോ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയായിട്ട് രസമാണ് ഇവളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇവൾ ആ പരിസരത്തേക്ക് പോവില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് നോട്ടം ഇട്ടിട്ട് ഇന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവൾ കറക്റ്റായിട്ട് അത് പോയി പൊട്ടിച്ചുകൊണ്ട് വരും. ഇതിനു മുമ്പ് ഞാനൊരു വള്ളിപ്പയർ നട്ടിട്ട് അത് ഇതുപോലെ തൂങ്ങി കിടക്കണം. അപ്പോൾ ഇന്ന് ഞാനത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് കറക്റ്റ് സ്പോട്ടിൽ അവൾ ആ പയർ പൊട്ടിച്ചിട്ട് അയ്യോ മുകളിൽ പയറുണ്ടായത് വെച്ച് കണ്ടില്ലേന്നും പറഞ്ഞ് എനിക്ക് കൊണ്ടുപോയി തന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ്.
പിന്നെ ഇത് നമ്മുടെ വഴുതനത്തൈയാണ്. ഇതിവിടെ ആദ്യമേ മുതലുള്ളതാണ്. അതിൽ 2 വഴുതനങ്ങ ഉണ്ടായി. പിന്നെ ഞാൻ ആ ചെടിച്ചട്ടിയിൽ കാണിച്ചു തന്ന വഴുതനയില്ലേ, അത് ഞാൻ ആ ചട്ടി നിറയെ പാവിയിട്ട് ഞാറ് മുളയ്ക്കും പോലെ മുളച്ച് വന്നതാട്ടോ. നമ്മൾ മറയൂർ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അത് മൊത്തം ഒച്ച് തിന്നു താഴെ ഇരുന്നത്. ഇനി ബാക്കി 2 തൈ ഉണ്ട്, അത് ഞാൻ മുകളിൽ കൊണ്ടുപോയി വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയാണ്. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായി ടെറസിന് മുകളിൽ എങ്ങനെയാണ് മുരിങ്ങ നട്ടേക്കണേന്ന്. ഇതുപോലെ ഒരു പെയിൻറ്റിൻ്റെ പാത്രത്തിലാട്ടോ ഞാൻ നട്ടേക്കണത്. ഒരു വലിയ ഇതാണത്. ഞാൻ അതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നട്ടേക്കണത്. പിന്നെ അതിൻ്റെ ചോട്ടിൽ ഞാനൊരു ബേസ് ബോർഡ് വെച്ചേക്കണത് ഞാനിപ്പോൾ വീട്ടിലത്തെ താഴെ നിന്ന് വന്നപ്പോൾ പഴുത്തൊലി അങ്ങനെയുള്ള വേസ്റ്റൊക്കെ കൊണ്ടുവന്നതാണ്. അതിന് കാക്ക എടുത്തുകൊണ്ട് അതിരിക്കാൻ മൂടി വെച്ചതാട്ടോ. ഇനി കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേറൊരു വീപ്പയിലും കൂടി ഞാൻ മുരിങ്ങ വെച്ചിട്ടുണ്ട്. 2 മുരിങ്ങ ഉണ്ട് എനിക്ക് മുകളിൽ. പിന്നെ ഇത് അരിനെല്ലിക്കയുടെ മരമാണ്. ഇതാണെങ്കിൽ കിളിഞ്ഞാവലാട്ടോ. കിളിഞ്ഞാവൽ കുഞ്ഞു കുഞ്ഞു ഞാവൽക്കായ് പോലത്തെ. ഇതിപ്പോൾ പൂത്തിട്ടുണ്ട്. കായ ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം. കറുത്ത കുഞ്ഞു കുഞ്ഞു കായ്കളുണ്ടാവണം. അത് പക്ഷികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അതിനെ കിളിഞ്ഞാവൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇവിടെ കോവലം അവിടെ ഇവിടേക്കായിട്ട് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടേക്കൊക്കെ പടർത്താൻ പറ്റുമോ അവിടേക്കൊക്കെ അത് പടർന്ന് പോയിക്കോളൂ. അങ്ങനെ ഇതുമേ നട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോവയ്ക്ക കാണിച്ചു തരാറുള്ളത്. പിന്നെ വേറെയും കുറച്ച് ഇത് മറ്റേ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇതിൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം പൂത്തു ഒരു കായം കണ്ടുണ്ടായിട്ടുണ്ട് ഇതുവരെയായിട്ടും. കുറേ നാളായി ഇതിൽ അങ്ങനെ കായൊക്കെ ഉണ്ടാവൽ കുറവാട്ടോ. എന്നാലും ഞാനത് കാണാനൊരു ഭംഗിയല്ലേ. ഇവിടെ വൈകുന്നേരവും രാവിലെയൊക്കെ നിറയെ കിളികൾ വന്നിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് അവരുടെ സൗണ്ടൊക്കെ കേൾക്കാൻ. പിന്നെ അങ്ങനെ ബാക്കിയുണ്ടായ മൽബറിയൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.